ആദ്യത്തെ ചോദ്യം സ്ട്രക്ചറലിസം എന്ന് പറയുന്ന ആദ്യകാലത്തിലുള്ള സ്കൂളിനെ കുറിച്ചുള്ള കൺസെപ്റ്റാണ്. ഈ ഘടനാ മനഃശാസ്ത്രം അഥവാ സ്ട്രക്ചറലിസത്തിന് തുടക്കമിട്ടത് ആരാണ്? ഹായ്, നമസ്കാരം. എൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേറ്ററ്റ് അതുപോലെ LP-UP എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഒരു തുടക്കത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പ്രത്യേകിച്ച് സൈക്കോളജി ഒക്കെ പഠിക്കുന്ന സമയത്ത് എവിടെ നിന്ന് തുടങ്ങണമെന്നൊന്നും അറിയില്ലായിരിക്കും. സൈക്കോളജിയുടെ ചോദ്യപ്പെട്ടി എൻട്രി കഴിഞ്ഞ തവണ പരീക്ഷിച്ച് വിജയിച്ച ഒന്നാണ്. അതായത് ആയിരക്കണക്കിന് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷനായിരുന്നു. ഒരു പ്രത്യേക പാക്കായിട്ടാണ് ചോദ്യപ്പെട്ടി കൊടുത്തത്. അപ്പോൾ അതിൽ നമ്മൾ തുടങ്ങിയത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റിൽ നിന്ന് തന്നെയായിരുന്നു. അത്തരത്തിൽ അടുത്ത LP-UP അതുപോലെ ഇനി വരുന്ന കേറ്ററ്റ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് സൈക്കോളജിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം തൊട്ട് പഠിക്കാനുള്ളൊരു അവസരം, അതായത് തുടക്കക്കാർ അറിയേണ്ട പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ് ആരംഭിക്കുന്നത്. ലക്ഷ്യം അടുത്ത LP-UP ആണ്. അതിനിടയിൽ കേറ്ററ്റ് നേടാനുള്ളവർക്ക് അതുകൂടി നേടിയെടുക്കാൻ പാകത്തിന് ഈ ക്ലാസ് ഗുണകരമാകും. അങ്ങനെയെങ്കിൽ സൈക്കോളജിയുടെ പഠനം എവിടെ നിന്ന് തുടങ്ങണം? നിങ്ങൾ BEd അല്ലെങ്കിൽ DLD പഠിക്കുമ്പോഴും സൈക്കോളജി പഠനം ആരംഭിക്കുന്നത് സൈക്കോളജി എന്ന പദം രൂപപ്പെട്ടത് ഏത് ഭാഷയിലാണ് എന്ന ചോദ്യത്തിൽ നിന്നാണ്. ഇതിനു മുമ്പ് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. സൈക്കോളജി എന്ന പദം ഏത് ലാംഗ്വേജിൽ നിന്നാണ് വന്നിരിക്കുന്നത്? ലാറ്റിനാണോ, ജർമ്മനാണോ, ഗ്രീക്കാണോ, അതോ ഇംഗ്ലീഷിൽ നിന്നാണോ? ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. നമ്മൾ ഏറ്റവും ആദ്യം സൈക്കോളജി പഠിക്കുന്നത് അത് തന്നെയാണ്. ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് സൈക്കോളജി എന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്കൊരു പക്ഷേ അറിയാമായിരിക്കും. അങ്ങനെയെങ്കിൽ ഏതെല്ലാം വാക്കുകളിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത്? ആത്മാവിൻ്റെ ശാസ്ത്രം അല്ലേ? ആത്മാവ്, സൈക്ക് അഥവാ സോൾ, ആത്മാവ് എന്നുള്ള അർത്ഥത്തിൽ സൈക്ക്, ലോഗോസ് ശാസ്ത്രം, സയൻസ്, ലോഗോസ്. എറ്റിമോളജിക്കലി ഈ രണ്ട് ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. സൈക്ക് പ്ലസ് ലോഗോസ്. എറ്റിമോളജിക്കലി ഡെഫിനിഷൻ എങ്ങനെ പറയാം? സ്റ്റഡി ഓഫ് ദ മൈൻഡ് ഓർ സോൾ എന്ന് പറയാം. ഗ്രീക്ക് വേർഡ്സ് ആയിട്ടുള്ള സൈക്ക്, ലോഗോസ് രണ്ട് വാക്കുകളിൽ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്, ആദ്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കൂ. സൈക്കോളജി വ്യവഹാരത്തിൻ്റെ അല്ലെങ്കിൽ ബിഹേവിയറിൻ്റെ ശാസ്ത്രം എന്ന നിലയിൽ പഠിക്കുന്നതിൽ പ്രചാരം നൽകിയത് ആരാണ്? വ്യവഹാരത്തിൻ്റെ ശാസ്ത്രമാണ് സൈക്കോളജി. അപ്പോൾ സൈക്കോളജിയുടെ ഡെഫിനിഷൻ ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ രീതിയിൽ മാറി മറിഞ്ഞൊക്കെ വരുന്നുണ്ട്. അതിൽ വ്യവഹാരത്തിൻ്റെ പഠനമാണ് സൈക്കോളജി അല്ലെങ്കിൽ വ്യവഹാരത്തിൻ്റെ ശാസ്ത്രം എന്ന നിലയിൽ സൈക്കോളജിക്ക് പ്രചാരം നൽകിയത് ഇവരിൽ ആരാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഈ വില്യം വൂണ്ടിനെയും കാന്റിനെയും വില്യം ജെയിംസിനെയും JB വാട്സനെയൊക്കെ അറിയണം. അവരൊക്കെ ഏത് മേഖലയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തവരാണെന്നും അറിയണം. സൈക്കോളജിയുടെ ഡെഫിനിഷൻസ് പഠിച്ചു വരുന്നിടത്ത് നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയെങ്കിൽ വ്യവഹാരത്തിൻ്റെ ശാസ്ത്രം എന്നുള്ള രീതിയിൽ പറഞ്ഞത് മറ്റാരുമല്ല, അത് JB വാട്സൺ ആണ്. JB വാട്സൺ ആണ്. ആ പേരവിടെ ഓർത്തിരുന്നോണേ. അങ്ങനെയാണെങ്കിൽ JB വാട്സനെ മാത്രം പഠിച്ചാൽ മതിയോ? പോരാ. സൈക്കോളജിക്ക് പല രീതിയിൽ അത് പറഞ്ഞിട്ടുണ്ട്. നോക്കാം നമുക്ക്. സൈക്കോളജി ആത്മാവിൻ്റെ ശാസ്ത്രം എന്ന പേരിൽ പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. ആത്മാവിൻ്റെ ശാസ്ത്രം എന്ന രീതിയിൽ സൈക്കോളജിയെക്കുറിച്ച് പറഞ്ഞത് പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ പോലുള്ള ആളുകളാണ്. സൈക്കോളജി ആത്മാവിൻ്റെ ശാസ്ത്രം എന്നുള്ള രീതിയിൽ പറഞ്ഞത് പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും പോലുള്ള ആളുകളാണ്. ഓർത്തിരിക്കണം. ആദ്യകാലങ്ങളിൽ സൈക്കോളജിനെ അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരുന്നത്. ദെൻ സൈക്കോളജി മനസ്സിൻ്റെ ശാസ്ത്രം, മൈൻഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വെച്ചുകൊണ്ട് മനസ്സിൻ്റെ ശാസ്ത്രം എന്ന് പറഞ്ഞത് ജർമ്മൻകാരനായിട്ടുള്ള കാൻ്റാണ്. നേരത്തെ ഓപ്ഷനിൽ കണ്ട മറ്റൊരു പേരായിരുന്നു കാൻ്റ്. അവിടെ സൈക്കോളജിയെ മനസ്സിൻ്റെ ശാസ്ത്രം എന്നാണ് അദ്ദേഹം ഡിഫൈൻ ചെയ്തത്. അപ്പോൾ ആദ്യം ആത്മാവായിരുന്നു, പിന്നെ മനസ്സായി. ദെൻ സൈക്കോളജി ബോധമണ്ഡലത്തിൻ്റെ കോൺഷ്യസ്നെസ്സിൻ്റെ ശാസ്ത്രമാണ് എന്ന് വില്യം വൂണ്ടും വില്യം ജെയിംസും പറഞ്ഞു. ബോധമണ്ഡലത്തിൻ്റെ ശാസ്ത്രം, കോൺഷ്യസ്നെസ്സിൻ്റെ സയൻസ് ആയിട്ട് വില്യം വൂണ്ടും വില്യം ജെയിംസും. ഓർത്തിരുന്നു, ഇമ്പോർട്ടൻ്റ് ആണ്. ആത്മാവിൻ്റെ എന്നുള്ള രീതിയിൽ പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും, ദെൻ മനസ്സിൻ്റെ എന്നുള്ള രീതിയിൽ കാൻ്റ് ആൻഡ് വില്യം വൂണ്ടും വില്യം ജെയിംസും ബോധമണ്ഡലത്തിൻ്റെ ശാസ്ത്രം എന്നുള്ള രീതിയിൽ ഡിഫൈൻ ചെയ്യുന്നു. സൈക്കോളജി വ്യവഹാരത്തിൻ്റെ ശാസ്ത്രം എന്നുള്ള രീതിയിൽ പറയുന്ന ആളാണ് നമ്മളിപ്പോൾ കണ്ട ക്വസ്റ്റ്യനിൽ കണ്ട ആൾ JB വാട്സൺ. ബിഹേവിയറിൻ്റെ ശാസ്ത്രം എന്ന രീതിയിൽ JB വാട്സൺ പറഞ്ഞു വെക്കുന്നു. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണല്ലോ, ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണല്ലോ. ഇനി നിങ്ങൾ മറന്നു പോകരുത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. എന്നിട്ട് ഈ 4 കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് വളരെ രസകരമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ആദ്യം സൈക്കോളജിക്ക് അതിൻ്റെ ആത്മാവ് നഷ്ടമായി, പിന്നെ അതിന് മനസ്സ് നഷ്ടമായി, പിന്നെ അതിന് ബോധം നഷ്ടപ്പെട്ടു, ഇപ്പോഴും അതിന് ഏതൊക്കെയോ തരത്തിലുള്ള വ്യവഹാരമുണ്ട്. ഇത് ആരുടെ വാക്കുകളാണ്? നോക്കിക്കുന്നത് ആ ഓർഡറിൽ തന്നെ അത് പറഞ്ഞേക്കണേ. ആദ്യകാലങ്ങളിൽ ആത്മാവിൻ്റെ ശാസ്ത്രം എന്ന് വിളിച്ചു, ആദ്യം ആത്മാവ് പോയി, പിന്നെ മനസ്സിൻ്റെ ശാസ്ത്രം എന്ന് വിളിച്ചു, ആ മനസ്സും പോയി. സൈക്കോളജിനെ ബോധമണ്ഡലത്തിൻ്റെ ശാസ്ത്രം എന്ന് വിളിച്ചു, ബോധവും പോയി, പിന്നെ മിച്ചം വ്യവഹാരം എന്നുള്ള രൂപത്തിലേക്ക് വന്ന് JB വാട്സൺ പറഞ്ഞു. ഇതെല്ലാം കൂടി ചേർത്ത് ഈ രസകരമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത് കാൻ്റാണോ
വില്യം ജെയിംസ് ആണോ, JB വാട്സൺ ആണോ, RS വുഡ്വർത്ത് ആണോ? BEdനും DEdനും രസകരമായ ഒരു ഡെഫിനിഷനായിട്ട് നമ്മൾ പറയുന്നതാണ്. RS വുഡ്വർത്തിന്റെ സെന്റൻസ് ആണ് ആ മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഓർത്തിരിക്കാം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കാം, രസകരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ വുഡ്വർത്ത് 1948 പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഫസ്റ്റ് സൈക്കോളജി ലോസ്റ്റ് ഇറ്റ്സ് സോൾ, ദെൻ ഇറ്റ്സ് മൈൻഡ്, ദെൻ ഇറ്റ് ലോസ്റ്റ് ഇറ്റ്സ് കോൺഷ്യസ്നെസ്, ഇറ്റ് സ്റ്റിൽ ഹാവ് ബിഹേവിയർ ഓഫ് എ സോർട്ട് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. അതിൻ്റെ മലയാളം വേർഷനാണ് ഇപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യനിൽ കണ്ടത്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം, ഇപ്പം നമ്മൾ പറഞ്ഞു സൈക്കോളജി എന്താണ്, സൈക്ലോഗോസ് വാക്കിൽ നിന്ന് അത് ഉണ്ടാകുന്നത് എങ്ങനെയാണ്, സൈക്കോളജിയുടെ ഡെഫിനിഷൻസ് പല രീതിയിൽ പല കാലങ്ങളിൽ എങ്ങനെ പഠിച്ചു, ഇതൊക്കെയാണ് കണ്ടത്. അടുത്തൊരു സംഭവം, വിദ്യാഭ്യാസ മനഃശാസ്ത്രം, നമ്മുടെ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത് ഒരു പൊതു മനഃശാസ്ത്രമാണോ, പ്രയുക്ത മനഃശാസ്ത്രമാണോ, അടിസ്ഥാന മനഃശാസ്ത്രമാണോ? ഇവയൊന്നുമല്ലേ. ജനറൽ സൈക്കോളജി, അപ്ലൈഡ് സൈക്കോളജി, പ്യുവർ സൈക്കോളജി, ഇതിലേതാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം? അറിയണം, ഇമ്പോർട്ടൻ്റ് ആണ്, അതും പഠിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ ഓർത്തിരുന്നു, ഇതിൽ അപ്ലൈഡ് സൈക്കോളജി അഥവാ പ്രയുക്ത മനഃശാസ്ത്രമാണ് നമ്മുടെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. പ്രയുക്ത മനഃശാസ്ത്രമാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ മനുഷ്യൻ്റെ മാനസിക വ്യവഹാരങ്ങളെക്കുറിച്ചുള്ള പഠനത്തിലാണ് മനഃശാസ്ത്രം ഊന്നൽ നൽകുന്നതെങ്കിലും മറ്റു മേഖലകളിലും ഇതിനെ പ്രയോജനപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ മനഃശാസ്ത്ര ശാഖകൾ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് അടിസ്ഥാന മനഃശാസ്ത്ര ശാഖകൾ അഥവാ പ്യുവർ സൈക്കോളജിയിൽ പെടുന്നതും, അതേപോലെ തന്നെ പ്രയുക്ത മനഃശാസ്ത്ര ശാഖകൾ അഥവാ അപ്ലൈഡ് സൈക്കോളജിയിൽ പെടുന്നതും. അപ്പോൾ ആദ്യം അടിസ്ഥാന മനഃശാസ്ത്രം പ്യുവർ സൈക്കോളജി പെടുന്നത് ഏതൊക്കെയാണെന്ന് നോക്കിയോ. പൊതു മനഃശാസ്ത്രം ജനറൽ സൈക്കോളജി അതിൽ വരുന്നതാണ്. സാമൂഹ്യ മനഃശാസ്ത്രം സോഷ്യൽ സൈക്കോളജി അതിൽ വരുന്നതാണ്. പരീക്ഷണ മനഃശാസ്ത്രം എക്സ്പെരിമെൻ്റൽ സൈക്കോളജി അതിൽ വരുന്നതാണ്. വികാസ മനഃശാസ്ത്രം ഡെവലപ്മെൻ്റൽ സൈക്കോളജി. വൈജ്ഞാനിക മനഃശാസ്ത്രം അഥവാ കൊഗ്നിറ്റീവ് സൈക്കോളജി. അപസാമാന്യ മനഃശാസ്ത്രം അഥവാ അബ്നോർമൽ സൈക്കോളജി, അതെല്ലാം അടിസ്ഥാന മനഃശാസ്ത്ര ശാഖയായിട്ടുള്ള പ്യുവർ സൈക്കോളജിയിൽ വരുന്നതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. പ്യുവർ സൈക്കോളജിയിൽ വരുന്നതാണ് പൊതുമനഃശാസ്ത്രം, സാമൂഹ്യ മനഃശാസ്ത്രം, പരീക്ഷണ മനഃശാസ്ത്രം, വികാസ മനഃശാസ്ത്രം, വൈജ്ഞാനിക മനഃശാസ്ത്രം, അപസാമാന്യ മനഃശാസ്ത്രം. ഓർത്തിരുന്നു, ഓപ്ഷൻസ് തന്നിട്ട് ഇതിൽ പെടുന്നത് ഏത്, ഇതിൽ പെടാത്തത് ഏത് ക്വസ്റ്റ്യൻ വരും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുകയും ചെയ്യണം. ചികിത്സാ മനഃശാസ്ത്രം, വ്യാവസായിക മനഃശാസ്ത്രം, അപരാധന മനഃശാസ്ത്രം അഥവാ ക്രിമിനൽ സൈക്കോളജി, സൈനിക മനഃശാസ്ത്രം, കായിക മനഃശാസ്ത്രം, നിയമ മനഃശാസ്ത്രം, വിദ്യാഭ്യാസ മനഃശാസ്ത്രം. ഇതായിരുന്നു ഇപ്പോൾ ക്വസ്റ്റ്യൻ അല്ലേ, നമ്മുടെ സ്വന്തം സാധനം. അതാണ് പ്രയുക്ത മനഃശാസ്ത്രം, അപ്ലൈഡ് സൈക്കോളജി. അതായത് സൈക്കോളജീനെ മറ്റൊരു മേഖലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിന് അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയും. ഇവിടെ നോക്കൂ, ചികിത്സ, വ്യവസായം, ക്രിമിനൽ, അതുപോലെ മിലിറ്ററി, സ്പോർട്സ്, ലീഗൽ, ദെൻ എഡ്യൂക്കേഷൻ. അപ്പോൾ ആ രീതിയിൽ പ്രയുക്ത മനഃശാസ്ത്രം, അപ്ലൈഡ് സൈക്കോളജിയുടെ മലയാളം നോക്കണേ, പ്രയുക്ത മനഃശാസ്ത്രം. അപ്പോൾ ഈ രീതിയിൽ തന്നെയാണ് ചോദ്യപ്പെട്ടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു കണ്ടന്റ് പറഞ്ഞ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പറഞ്ഞിട്ട് ആ കണ്ടന്റിനകത്തെ കൺസെപ്റ്റുകളെ കുറിച്ച് കൂടി നമ്മൾ പറഞ്ഞു പോകുന്ന രീതിയിലാണ് ചോദ്യപ്പെട്ടിയിൽ കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ തന്നെയാണ്. ഇനി രണ്ട് ഡെഫിനിഷൻസ് BEdനെ കാലത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന രണ്ട് ഡെഫിനിഷൻസ് ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് സ്കിന്നർ എഡ്യൂക്കേഷൻ സൈക്കോളജിനെ എങ്ങനെ ഡിഫൈൻ ചെയ്തു, ബ്രാഞ്ച് ഓഫ് സൈക്കോളജി വിച്ച് ഡീൽസ് വിത്ത് ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്നാണ് സ്കിന്നർ ഡിഫൈൻ ചെയ്തത്. ക്രോ ആൻഡ് ക്രോ പറഞ്ഞതോ എഡ്യൂക്കേഷൻ സൈക്കോളജി ഡിസ്ക്രൈബ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ലേണിംഗ് എക്സ്പീരിയൻസസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഫ്രം ബർത്ത് ത്രൂ ഓൾഡ് ഏജ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി രണ്ട് ഡെഫിനേഷൻ കൊടുത്താണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു സൈക്കോളജി എവിടെ നിന്ന് വന്നു, ഒറിജിനേറ്റ് ചെയ്ത വാക്കിൻ്റെ ഒറിജിനേറ്റ് എന്ന് പറഞ്ഞു. സൈക്കോളജിനെ പല കാലത്തും എങ്ങനെയാണ് ആൾക്കാർ പഠിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു. ദെൻ സൈക്കോളജിയിലെ പല ബ്രാഞ്ച് രണ്ടായിട്ട് അല്ലേ, അപ്ലൈഡ് സൈക്കോളജിയും പ്യുവർ സൈക്കോളജിനെ കുറിച്ചും പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്തായിരിക്കും? തീർച്ചയായിട്ടും സ്കൂൾസ് ഓഫ് സൈക്കോളജിയാണ്. മനഃശാസ്ത്രത്തിലെ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് വ്യത്യസ്തങ്ങളായ മനഃശാസ്ത്ര പഠന സമീപനങ്ങൾ അല്ലെങ്കിൽ സ്കൂൾസ് ഓഫ് സൈക്കോളജി വന്നിട്ടുണ്ട്. അതിൻ്റെ പേരുകൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. സ്ട്രക്ചറലിസം, ഘടനാ മനഃശാസ്ത്രം. ഞാൻ ഈ മലയാളവും ഇംഗ്ലീഷും തരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ BEdകാരാണെങ്കിൽ കാറ്റഗറി 3ക്കും കാറ്റഗറി 2നും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷിലായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. പക്ഷേ LPUPയിലേക്ക് വരുമ്പോൾ അത് മലയാളത്തിൽ കൂടി പഠിക്കേണ്ടതായിട്ട് വരും. മലയാളവും ഇംഗ്ലീഷും കമ്പയർ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മൾ ഈ കണ്ടന്റ് എടുത്തു പോകുന്നത്. ഘടനാ മനഃശാസ്ത്രം സ്ട്രക്ചറലിസം, ധർമ്മ മനഃശാസ്ത്രം ഫങ്ഷണലിസം, വ്യവഹാര മനഃശാസ്ത്രം ബിഹേവിയറിസം, സമഗ്ര മനഃശാസ്ത്രം ജസ്റ്റാൾട്ടിസം, മനോവിശ്ലേഷണ മനഃശാസ്ത്രം സൈക്കോ അനാലിസിസ്, വൈജ്ഞാനിക മനഃശാസ്ത്രം കൊഗ്നിറ്റീവ് സൈക്കോളജി, മാനവിക മനഃശാസ്ത്രം ഹ്യൂമനിസം. പഠിച്ചു വെക്കണം, ടേംസ് പഠിച്ചു വെക്കണം. സ്ട്രക്ചറലിസം ഘടനാവാദം, ഫങ്ഷണലിസം ധർമ്മ മനഃശാസ്ത്രം, ബിഹേവിയറിസം വ്യവഹാര മനഃശാസ്ത്രം, ജസ്റ്റാർട്ടിസം സമഗ്ര മനഃശാസ്ത്രം, സൈക്കോ അനാലിസിസ് മനോവിശ്ലേഷണ മനഃശാസ്ത്രം, ദെൻ കൊഗ്നിറ്റീവ് സൈക്കോളജി വൈജ്ഞാനിക മനഃശാസ്ത്രം, ഹ്യൂമനിസം മാനവിക മനഃശാസ്ത്രം. ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആദ്യത്തെ ചോദ്യം സ്ട്രക്ചറലിസം എന്ന് പറയുന്ന ആദ്യകാലത്തിലുള്ള സ്കൂളിനെ കുറിച്ചുള്ള കൺസെപ്റ്റാണ്. ഈ ഘടനാ മനഃശാസ്ത്രം അഥവാ സ്ട്രക്ചറലിസത്തിന് തുടക്കമിട്ടത് ആരാണ്? വില്യം വൂണ്ട്.
വില്യം ജെയിംസ്, മാക്സ് വെർത്തിമർ, കുർട്ട് കാഫ്ക. ഇവരിൽ ആരാണ് ഘടനാ മനഃശാസ്ത്രത്തിന് തുടക്കമിട്ടത് എന്നുള്ളതാണ് ചോദ്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വില്യം വൂണ്ട്, ഘടനാ മനഃശാസ്ത്രം വില്യം വൂണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ ചില വാക്കുകൾ കാണുമ്പോൾ അതിനോട് ചേർത്ത് ഈ ആളുകളെ കൂടി പഠിച്ചു വെക്കണം എന്നുള്ളത് അവിടെ വളരെ പ്രാധാന്യത്തോടെ പഠിക്കേണ്ടതാണ്. വില്യം വൂണ്ട് ഘടനാ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഘടനാ മനഃശാസ്ത്രം വില്യം വൂണ്ട് നൽകിയെങ്കിൽ ഓരോന്നുമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഒന്ന് ഓർത്തിരിക്കുക. ധർമ്മ മനഃശാസ്ത്രം വില്യം ജെയിംസ് ആണ്. ഘടനാ മനഃശാസ്ത്രം വില്യം വൂണ്ട്, ധർമ്മ മനഃശാസ്ത്രം അഥവാ ഫങ്ഷണലിസം വില്യം ജെയിംസ്, സമഗ്ര മനഃശാസ്ത്രം അഥവാ ജെസ്റ്റാൾട്ടിസം എന്ന് പറയുന്നത് മാക്സ് വെർത്തിമർ ആണ്. അതിൻ്റെ ഒപ്പം കോഫ്ലറും കുഫ്കാഫ്കയൊക്കെ ഉണ്ട്. സമഗ്ര മനഃശാസ്ത്രം ജെസ്റ്റാൾട്ടിസം മാക്സ് വെർത്തിമർ തുടങ്ങിയിട്ട് കൊടുത്തു. വ്യവഹാര മനഃശാസ്ത്രമോ JB വാട്സൺ, നമ്മൾ ഓൾറെഡി കണ്ടാണ് JB വാട്സൺ. EL തോണ്ടേക്ക്, പാവ്ലോ, സ്കിന്നറൊക്കെ വ്യവഹാരവാദികൾ എന്നറിയപ്പെടുന്ന ലിസ്റ്റിലുണ്ട്. അപ്പോൾ സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം, ജെസ്റ്റാൾട്ടിസം, ബിഹേവിയറിസവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ പേരാണ് നിങ്ങളവിടെ കണ്ടത്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. മനോവിശ്ലേഷണ മനഃശാസ്ത്രം അല്ലെ സൈക്കോ അനലറ്റിക് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് ആരാണ് നിൽക്കുന്നത്? മാസ്ലോ ആണോ, പിയാഷെ ആണോ, സിഗ്മണ്ട് ഫ്രോയിഡ് ആണോ, കുർട്ട് കാഫ്ക ആണോ? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് സൈക്കോ അനലറ്റിക് തിയറി. നമ്മൾ വിശദമായിട്ട് പിന്നീട് പഠിക്കുന്ന കാര്യങ്ങളാണ്. ഈ സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം, ബിഹേവിയറിസവും ജെസ്റ്റാൾട്ട് സൈക്കോളജി ഒക്കെ പഠിക്കുന്നതാണ്. സിഗ്മണ്ട് ഫ്രോയിഡ് മനോവിശ്ലേഷണ മനഃശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. മനോവിശ്ലേഷണ മനഃശാസ്ത്രം എന്ന് പറയുന്നത് സൈക്കോ അനാലിസിസ് എന്ന് പറയുന്ന സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ടാണ് CJ യുങ് വന്നിരിക്കുന്നത്, കാൾ യുങ് വന്നിരിക്കുന്നത്. മാനവിക മനഃശാസ്ത്രം, അതിൻ്റെ ബാക്കിയായിട്ട് മാനവിക മനഃശാസ്ത്രം കാൾ റോജറും എബ്രഹാം മാസ്ലോയും ചേർന്ന് ഹ്യൂമനിസത്തിനകത്ത് വന്നിരിക്കുന്നു. ജ്ഞാനനിർമ്മിതിവാദം കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം ജീൻ പിയാഷയും ജെറോം എസ് ബ്രൂണറും ചേർന്നിട്ട് ജ്ഞാനനിർമ്മിതിവാദം കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസത്തിൽ വന്നിരിക്കുന്നു. സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദം സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൽ വൈഗോസ്കി കൂടി വന്നിരിക്കുന്നു. ഓർത്തിരിക്കുക, വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്, വളരെ പ്രധാനപ്പെട്ട പേരുകളാണ്. ഏത് എക്സാം, ടീച്ചിങ് എക്സാംസിലും പഠിക്കാൻ പോയാൽ അവിടെ ഏറ്റവും പ്രധാനമായിട്ടും പഠിക്കേണ്ട കണ്ടന്റുകളാണ്. മനോവിശ്ലേഷണ മനഃശാസ്ത്രം എന്ന് പറയുന്ന സിഗ്മണ്ട് ഫ്രോയിഡ്, പിൻഗാമി CJ യുങ് ഉണ്ട്. മാനവിക മനഃശാസ്ത്രം എന്ന് പറയുന്നത് കാൾ റോജറും എബ്രഹാം മാസ്ലോയും ഉണ്ട്. ജ്ഞാനനിർമ്മിതിവാദം എന്ന് പറയുന്നിടത്ത് ജീൻ പിയാഷയും ജെറോം എസ് ബ്രൂണറും ഉണ്ട്. സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദം അഥവാ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൽ വൈഗോസ്കിയും ഉണ്ട്. ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട സൈക്കോളജിയുടെ ആദ്യം പഠിക്കേണ്ട പ്രധാനപ്പെട്ട ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കേറ്ററ്റിനും LP-UPക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുകയാണ്. വീണ്ടും പുതിയ ടോപ്പിക്കുകളിലൂടെ ചോദ്യപ്പെട്ടിയിലെ ചോദ്യങ്ങളിലൂടെ കാണാം. LP-UPയിൽ ഏറ്റവും മികച്ച റാങ്ക് നേടാനായിട്ട് എൻട്രി നിങ്ങൾക്ക് മികച്ച അവസരം ഒരുക്കി തരുന്നുണ്ട്. ഒന്നാമതെത്താൻ ഓൺലൈൻ പഠിച്ചാൽ മതി എന്നുള്ളത് വീണ്ടും എൻട്രി പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, പത്തനംതിട്ടയിലേക്ക് 1ാം റാങ്ക് നേടിയത് എൻട്രി മാത്രം വെച്ച് ഉപയോഗിച്ചിട്ടുള്ള പഠനത്തിലൂടെയാണ് ഉദ്യോഗാർത്ഥികൾ ഒരുപാട് റാങ്ക് നേടാനായിട്ട്, നമുക്ക് 1500-ലധികം റാങ്ക് നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അടുത്ത LP-UPയിലേക്കാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഇപ്പോഴേ തുടങ്ങുക. ഇപ്പോഴേ തുടങ്ങിയാൽ 1ാം റാങ്കിൽ എത്താൻ പറ്റും. എൻട്രി നിങ്ങളുടെ കൂടെയുണ്ട്. നന്ദി.